ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു PYQ റിവിഷൻ ആണ്. ഓക്കെ, എക്സാംസ് ഒക്കെ അടുത്തിരിക്കുന്ന സമയമാണല്ലോ. അപ്പൊ നമുക്ക് ഒരുപാട് PYQs ചെയ്യേണ്ട കാര്യമുണ്ട്. ഇപ്പോഴേ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാം, ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാൻ പറ്റും ഒരു റിവിഷൻ സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഭാഗത്തിന്റെ പേരാണ് ചവിട്ടു നാടകം. ഇതുമായി ബന്ധപ്പെട്ട PPTയും മറ്റു കാര്യങ്ങളെല്ലാം @കിരൺ PSC സ്റ്റഡി സർക്കിൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ആ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ചവിട്ട് നാടകമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇത് PYQ ആയുള്ള റിവിഷൻ ക്ലാസ് ആണ്. ഇതിന്റെ 5ാമത്തെ ക്ലാസ് ആണ് ഇത്. എങ്കിലും 4 ക്ലാസ് ഓൾറെഡി ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇവിടുത്തെ പ്ലേലിസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നതായിരിക്കും. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്യൂരിറ്റി ഓഫീസർ 2023 വന്നിട്ടുള്ള ഒരു PYQ ആണ്. ഈ PYQ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, കലാ, സാഹിത്യം, അതേപോലെ കായികം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 5 മാർക്കിന്റെ പരിപാടി ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ PDF എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. എങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടത്താം. ക്വസ്റ്റ്യൻ: ചവിട്ട് നാടകം എന്ന കലാരൂപത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? 1. കേരളത്തിലെ സഭയുടെ ആഭിമുഖ്യത്തിൽ വികസിപ്പിച്ചെടുത്ത ഒരു നാടക കലയാണ്. എന്നുവെച്ചാൽ ചവിട്ട് നാടകം ഉണ്ടാക്കിയത് കേരളത്തിലാണ് എന്നാണ് ചോദ്യം. 2. ക്രിസ്ത്യൻ അല്ലെങ്കിൽ ബൈബിൾ വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3. ഏറ്റുമാനൂരിൽ വെച്ചാണ് ഇത് ആദ്യമായി അരങ്ങേറ്റം കുറിച്ചത്. 4. രൂപീകരണ ഘട്ടത്തിൽ വേദനായകം പിള്ള അതിന്റെ വികസനത്തിന് വളരെയധികം സംഭാവന നൽകി. ഇത് എന്താണ് ഏതാണെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ദാ പോയി ദാ വന്നു എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, ഒന്ന് റിവിഷൻ പോയിട്ട് വരാം, എന്ത് ചെയ്യാം, തിരിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ചടേന്ന് പോവും, ചടേന്ന് എന്ത് ചെയ്യുന്നതായിരിക്കും, വരുന്നതായിരിക്കും. അപ്പൊ ചവിട്ട് നാടകം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ കലാരൂപമാണ്. സോ ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, ചവിട്ട് നാടകം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കലാരൂപമാണ്. ചവിട്ട് നാടകങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ റോമാ സാമ്രാജ്യത്തിന്റെ കഥയും ജീസസ് ക്രൈസ്റ്റിന്റെ കഥയും ഒക്കെ, അതേപോലെ ആ സമയത്തുണ്ടായിരുന്ന നവോത്ഥാനത്തിന്റെ കഥയും എല്ലാം എന്ത് ചെയ്യുന്നതായിരിക്കും, ഞാൻ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും. ചവിട്ട് നാടകം വികസിപ്പിച്ചെടുത്തതും പ്രചാരത്തിലാക്കിയതും ആരാ? പോർച്ചുഗീസുകാരാണ്. അവിടെ ചവിട്ട് നാടകം ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത് പോർച്ചുഗീസുകാരാണെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പൊ സിറ്റുവേഷനിലേക്ക് വരാം. ചവിട്ട് നാടകം എന്ന് പറയുന്നത് കേരളത്തിലെ തനതായിട്ടുള്ള ഒരു കലാരൂപമാണ്. ഈ കലാരൂപം ഓക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പോർച്ചുഗീസുകാർ ഇങ്ങോട്ട് വന്നത്. പോർച്ചുഗീസുകാർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ പ്രധാനമായിട്ടുള്ള കലാരൂപങ്ങളാണ് കഥകളി, രാമനാട്ടം, കൃഷ്ണനാട്ടം തുടങ്ങിയവ. നിങ്ങൾ ആരെങ്കിലും കഥകളി കാണാൻ പോയിട്ടുണ്ടോ? ഞാനും പോയിട്ടുണ്ട്. ഓക്കെ, അത് കണ്ടിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മനസ്സിലാവാറുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കാൻ. ആദ്യം കഥകളി കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം കഥകളിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയണം. അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് അറിയണം, കഥ അറിയണം, അവർ പറയുന്ന മുദ്ര അറിയണം. ഓക്കെ, എന്നിട്ട് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പോയി കണ്ടാൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കലാരൂപമാണ് കഥകളി. ഇവിടെ മനുഷ്യന് എല്ലു മുറിയെ പണിയെടുത്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിനിമയ്ക്ക് പോയെന്ന് വിചാരിക്കൂ. ആ സിനിമയുടെ കാര്യം ആദ്യം മനസ്സിലാക്കണമെങ്കിൽ പോയിട്ട് 10 ബുക്ക് വായിച്ചിട്ട് വന്നാലേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എങ്കിൽ പോർച്ചുഗീസുകാരും പറഞ്ഞു, എന്റെ അമ്മ ഈ പരിപാടി ഒന്നും നമുക്ക് നടക്കില്ല. അപ്പോഴാണ് അവർ ചവിട്ട് നാടകം കണ്ടത്. ചവിട്ട് നാടകം അവരും ക്രിസ്ത്യാനി, ചവിട്ട് നാടകവും ക്രിസ്ത്യാനി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അവരുടെ രീതിക്ക് അവർ വികസിപ്പിച്ചെടുത്തു എന്ന് കേരളം മുഴുവൻ എന്താക്കി, പ്രചാരത്തിലാക്കി. എങ്കിൽ ചവിട്ട് നാടകം എന്ന് പറയുന്നത് ഒരു നാടകം മാത്രമല്ല, അതിൽ സംഗീതമുണ്ട്. ഓക്കെ, മ്യൂസിക് ഉണ്ട്, നൃത്തമുണ്ട്, ഡാൻസ് ഉണ്ട്, അഭിനയമുണ്ട്, ആക്ടിംഗ് ഉണ്ട്, സംഭാഷണമുണ്ട്, ഡയലോഗ് ഉണ്ട്, താളമുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. എന്ന് വെച്ചാൽ ചെറിയൊരു സിനിമയാണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു നാടകം എന്ത് ചെയ്യും, നടക്കുന്നതായിരിക്കും. അതിന് തൊട്ട് മുമ്പ് ഒരു വാക്കില്ലേ, വാക്കിന്റെ പേരെന്താ? ചവിട്ട്. അപ്പൊ എന്ത് പറയണെങ്കിൽ അവർ ചവിട്ടിക്കൊണ്ടേ പറയും. ചവിട്ടാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും പറയാനും പറ്റില്ല. ചവിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എക്സസൈസ് ചെയ്യില്ലേ, ഇങ്ങനെ എക്സസൈസ് ചെയ്യില്ലേ, കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലും പൊക്കിയിട്ട്. ഓക്കെ, അങ്ങനെ എക്സസൈസ് ചെയ്യുകയും വേണം. അതിന്റെ ഒപ്പം എന്ത് ചെയ്യണം, പാട്ടും പാടണം, ഡാൻസും കളിക്കണം, ആക്ടിങ്ങും ചെയ്യണം, സംഭാഷണവും പറയണം. അതൊരു താളത്തിനനുസരിച്ചായിരിക്കണം. എന്താണ് കഥ ഉണ്ടാവുക? ക്രിസ്തുവിന്റെ കഥ, വിശുദ്ധന്മാരുടെ കഥ. വിശുദ്ധന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെന്റ് പോൾസ്, സെന്റ് ആന്റണി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വിശുദ്ധന്മാരുണ്ടാവില്ലേ, സെന്റ് മേരീസ്. അപ്പൊ അവരുടെ കഥ ഉണ്ടാവും. പിന്നെ രാജാക്കന്മാരുടെ ചരിത്രം. സാർ കേരളത്തിലെ രാജാക്കന്മാരുടെ ചരിത്രമാണോ പറയാ? അത് ആദ്യം
ഓക്കെ. പിന്നീട് പോർച്ചുഗീസുകാർ ഏറ്റെടുത്തപ്പോ എന്തായി, ഫുൾ റോമൻ രാജാക്കന്മാരുടെ ചരിത്രം പറയുന്ന ഒരു സംഭവമായിട്ട് മാറി. ഓക്കെ. ഇതാണ് ചവിട്ടുനാടകത്തെ കുറിച്ച് പ്രധാനമായിട്ട് നമുക്ക് ആദ്യം പറയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ടുള്ളത്. ഇത് കഥകളി എന്ന കലാരൂപത്തിന്റെ ക്രിസ്തീയ പതിപ്പാണ്. ഇയാളല്ലേ ഇപ്പൊ 2 മിനിറ്റ് മുമ്പ് പറഞ്ഞ് കഥകളി ഭയങ്കര ടഫാണ്, ആനയാണ് ചേനയാണ്, അത് ഒരു പറ്റില്ല എന്നുള്ളത്. അത് പോർച്ചുഗീസുകാർക്ക് പറ്റില്ല എന്നാണ് മക്കളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ കഥകളി ഉള്ളപ്പോൾ ക്രിസ്ത്യൻ ആളുകൾക്ക് ഈ കഥകളി പോലുള്ള കളി കാണാൻ താല്പര്യം തോന്നിയില്ല. രണ്ടാമത്തെ കാര്യം, ഈ കഥകളി എന്നുള്ള കളി ആ സമയത്ത് ഹിന്ദുക്കൾക്കിടയിൽ പ്രചാരമുള്ള ഒരു എന്താ പറയാ കലാരൂപമായിരുന്നു. അത് തന്നെ എല്ലാ ഹിന്ദുക്കളും കാണാനും പറ്റില്ല. എന്താ, ഉയർന്ന ജാതിയിൽ പെട്ടിട്ടുള്ള ബ്രാഹ്മിൺസ് ആയവർക്ക് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. സോ അപ്പൊ താഴ്ന്ന ജാതിക്കാർ എന്താ കാണുക, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ഒരു കലാരൂപത്തിന്റെ പേരാണ് തുള്ളൽ. അതൊക്കെ ഉണ്ടാവാനൊക്കെ പോയി സിറ്റുവേഷൻ ആ രീതിക്ക് വരണ്ടേ, അത് ഒരു വഴിക്ക് അങ്ങോട്ട് പൊയ്ക്കോട്ടെ. ഓക്കെ. നമുക്ക് ഇവിടുത്തെ ഇഷ്യൂ എന്താ, ഒരു ക്രിസ്ത്യൻ പതിപ്പാണ് ഈ പതിപ്പ്. അപ്പൊ കഥകളി ഹിന്ദുക്കൾക്ക് ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും വേണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയുടെ പേരാണ് എന്ത്, ചവിട്ട് നാടകം. അപ്പൊ അടുത്ത ഡൗട്ട്, സോ ക്രിസ്ത്യാനികൾ എങ്ങനെയാ അവിടെ വന്നത്? അതിനല്ലേ നമ്മുടെ സെന്റ് പോൾസ്, സെന്റ് തോമസ് ഒക്കെ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അവര് വന്ന സമയത്ത് അവിടെ ഇവർ എന്ത് ചെയ്തു, ഇവിടെയുള്ള ഒരുപാട് പേരെ ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൺവേർട്ട് ചെയ്ത ആളുകൾ ഒക്കെ അവരുടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കണം എന്നല്ലേ ലാലേട്ടൻ പറഞ്ഞത്. അതേപോലെ ചെയ്യാൻ വേണ്ടി വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കലയുടെ പേരാണ്, ക്രിസ്തീയ പതിപ്പായ കലയുടെ പേരാണ് ചവിട്ടുനാടകം. എങ്കിൽ ചവിട്ടുനാടകം ഉണ്ടായത് എവിടെയാ, കേരളത്തിലാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇതിനു വേണ്ടി ഒരു വേദി ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ആ വേദി എന്തായിരിക്കും, മരപ്പലകൾ കൊണ്ടാണ് ഉണ്ടാക്കുക. ഇനി എങ്ങനെയാണ് ഈ ചവിട്ടുനാടകം അവർ കളിക്കാൻ പോണു എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാട്ട് പാടും. ഈ പാട്ടിലൂടെയാണ് എന്ത് ചെയ്യുക, കഥ വികസിക്കുക. അപ്പൊ പാട്ട് ആദ്യം പാടുമ്പോൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും പാടുക. സൗണ്ട് കുറയ്ക്കലല്ല, അതിന്റെ വേഗത എന്തായിരിക്കും, സ്ലോ ആയിരിക്കും. ഓക്കെ. ആ ഈ ഊ ഇങ്ങനെ പാട്ട് അല്ല. ഓക്കെ. ഞാൻ എക്സാമിന് വേണ്ടി പറഞ്ഞതാണ്, വളരെ സ്ലോ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അങ്ങോട്ട് പോകും തോറും എന്തായിരിക്കും, അവന്റെ ഫാസ്റ്റ് എന്ത് ചെയ്യും, കൂടി 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 വരും. സാറേ എത്ര കൂടി 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 വരും? 6 സ്റ്റേജ് ഉണ്ട്. 6ാമത്തെ സ്റ്റേജ് ആകുമ്പോഴേക്കും എന്താ, ഒന്നാം മല കയറി പോകേണ്ടേ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി, എന്നിട്ട് അവിടെ നിന്ന് തലയും കുത്തി ചാടേണ്ടേ എന്ന് പറഞ്ഞ സാധനം, ഒന്നാം മല കയറി പോവേണ്ടേ, അവിടെ നിന്ന് തലയും കുത്തി തലയും കുത്തി തലയും കുത്തി തലയും കുത്തി തലയും കുത്തി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ നമ്മുടെ കല്യാണ രാമനില്, അതേപോലെ മാറുന്നതായിരിക്കും. സാർ ഇനി പാട്ട് പാടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാ? ഇല്ല, ഇതോടുകൂടി ഞാൻ നിർത്തി. ഓക്കെ. ഇതാണ് എന്റെ ആദ്യത്തെ അവസാനത്തെ. ഓക്കെ. നിങ്ങൾ വിഷമിക്കേണ്ട, ക്ലാസ് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, അതിൽ നമുക്ക് എന്താ സംഭവിക്കുക, സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. ഒരു പാട്ടുണ്ട്, പാട്ട് നമുക്ക് വിചാരിക്കാൻ എന്താ, ഒന്നാം മല കയറി പോവേണ്ടെന്നാണ് പാട്ട്. അതിന്റെ ആദ്യത്തെ സ്റ്റേജിൽ വളരെ സ്ലോ ആയി പാടുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് വർണ്ണമട്ടുക്കൾ. സെക്കൻഡ് സ്റ്റേജ് ആണ് ബിരുദം. തേർഡ് സ്റ്റേജ് ആണ് കാവി. ഫോർത്ത് സ്റ്റേജ് ആണ് കാപ്പ്. ഫിഫ്ത്ത് സ്റ്റേജ് ആണ് തുയാരം. സിക്സ്ത് സ്റ്റേജ് ആണ് കളിത്തുറ. ഓക്കെ. അപ്പൊ ഇങ്ങനെ 6 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റിൽ പാടുമ്പോ വളരെ സ്ലോ ആയിട്ട്, 6ാമത്തെ സ്റ്റേജ് എത്തുമ്പോൾ എന്തായിരിക്കും, വമ്പൻ ഫാസ്റ്റിലായിരിക്കും നടക്കുക. ഇങ്ങനെ 6 സ്റ്റേജിലാണ് എന്താ നമ്മുടെ ചവിട്ട് നാടകം നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ചവിട്ട് നാടകം ഉണ്ടായത് എവിടെയാ, കേരളത്തിൽ. സാർ കേരളത്തിൽ എവിടെ, നമ്മുടെ കൊച്ചിയില്. നമ്മുടെ കൊച്ചിയിലാ? അതെ, നമ്മുടെ കൊച്ചിയില് മട്ടാഞ്ചേരി ഇല്ലേ, അതന്നെ. ആ മട്ടാഞ്ചേരിയിൽ കൂടൻകുരിശ് കൊണ്ടൊരു പരിപാടി ഉണ്ട്. ഓക്കെ. കൂടൻകുരിശ് പ്രേജ്ഞയൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ മട്ടാഞ്ചേരിയിൽ കൂടൻകുരിശ് എന്നൊരു പരിപാടി ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു തമിഴ്നാട് സ്വദേശി വന്നു. സർ തമിഴ്നാട് സ്വദേശിയാ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ചവിട്ട് നാടകം മലയാളത്തിലല്ലേ പറയേണ്ടത്, ആദ്യം തമിഴിലാണ് ഈ പരിപാടി ഉണ്ടാവുക. ഓക്കെ. പിന്നീടാണ് പതുക്കെ പതുക്കെ എന്ത് വരിക, മലയാളത്തിലോട്ടും മറ്റു ലാംഗ്വേജിലോട്ടും വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ കഥ എവിടെ നിർത്തിയത്, കൊച്ചിയിലാണ് കേട്ടാ. കൊച്ചിയിൽ മട്ടാഞ്ചേരിയാണ്. കൊച്ചി പഴയ കൊച്ചിയാണ്, പുതിയ കൊച്ചിയല്ല. ആ സമയത്ത് കൂനൻകുരിശിൽ ഒരു തമിഴ്നാട് സ്വദേശി വന്നു. ആരാണ് സാറേ വന്നത്? വന്ന ആളുടെ പേരാണ് ചിന്നത്തമ്പി അണ്ണാവി. അപ്പൊ ഈ പുള്ളി ഈ ചവിട്ട് നാടകത്തിന് വേണ്ടിയിട്ട് ഒരു കലാരൂപം എന്ത് ചെയ്തു, ഒരു നാടകം അങ്ങോട്ട് രചിച്ചു. അപ്പൊ ചിന്നത്തമ്പി അണ്ണാവി ഇങ്ങനെ കഥ എഴുതിയപ്പോ തൊട്ടടുത്തുണ്ടായിരുന്ന നെയ്യൂർ സ്വദേശിയായിരുന്ന എന്താ പേരനായക പിള്ളയ്ക്കും ഒരു ആഗ്രഹം, എന്താണ്, ഞാനും കഥ എഴുതും. ഈ കഥ എഴുതിയിട്ട് നാടകമെല്ലാം കളിക്കാൻ പോകുന്ന എവിടെയാ, പള്ളിയുടെ അടുത്താണ്. അപ്പൊ ഒരു പള്ളി ഉണ്ടാവും, ക്രിസ്ത്യൻ പള്ളി. ഈ ക്രിസ്ത്യൻ പള്ളിയിൽ വന്നിട്ട് കുർബാന ചൊല്ലാനും മറ്റു പരിപാടികൾക്കൊക്കെ വരുന്നവരുണ്ടാവും. അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആനന്ദകരമായി കാണണ്ടേ. ഓക്കെ. അതിനു വേണ്ടിയിട്ട് നടന്ന നാടകത്തിന്റെ പേരാണ് ചവിട്ട് നാടകം.
ഓക്കെ. ആദ്യം ഉണ്ടാക്കിയ ആളുടെ പേര് ചിന്നത്തമ്പി അണ്ണാവി. എവിടെ സ്വദേശിയായിരുന്നു? തമിഴ്നാട് സ്വദേശി. ഓക്കെ. എവിടെയാണ്? കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും കൂനംകുരിശില്. രണ്ടാമത്തെ ആളുടെ പേര് എന്താ? വേദനായക പിള്ള. എവിടത്തെ സ്വദേശിയാണ്? നെയ്യൂർ സ്വദേശിയാണ്. ഈ നാടകമെല്ലാം അരങ്ങേറുന്ന എവിടെയാണ്? പള്ളി പരിസരത്താണ് ഈ നാടകമെല്ലാം അരങ്ങേറുക. നാടകം ആദ്യം ഏത് ഭാഷയിലായിരുന്നു? തമിഴിലായിരുന്നു. കാരണം ചിന്നത്തമ്പി അണ്ണാവി ആയാലും വേഴനായക പിള്ളയായാലും എല്ലാവരും എന്ത് ചെയ്യുന്നത്? തമിഴിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. കാരണം ഓഡിയൻസ് കൂടുതൽ എന്താ? തമിഴ്നാട്ടിലെ ജനങ്ങളാണ്. അപ്പൊ തമിഴ്നാട്ടിലെ ജനങ്ങളാണ് ഈ കലാരൂപത്തെ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഇയാള് കേരളം പറഞ്ഞു, കൊച്ചി പറഞ്ഞു, തമിഴ്നാട് എന്ന് പറയുന്നത് എന്തൊക്കെ പരിപാടി. ഓക്കെ. എന്റെ മക്കളെ, ഈ ആദ്യ പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓക്കെ, കേരളവും തമിഴ്നാടൊക്കെ എന്താ? ബൈ ബൈ ആണ്. നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലായാലും പുള്ളി എന്താ തിരുനെൽവേലി, തിരുച്ചി, ഈ സ്ഥലം വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പുള്ളിയുടെ കയ്യിൽ ഭരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ട്രിവാൻഡ്രം ഭാഗത്തിന് എന്തുണ്ടാവും? ഒരു തമിഴ്നാട്, ഒരു തമിഴ് സ്റ്റൈൽ ഉറപ്പ് എല്ലായ്പ്പോഴും ഉണ്ടാവും. നിങ്ങൾ ട്രിവാൻഡ്രം ഭാഗത്തുള്ളവർ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലാവും. മറ്റുള്ളവരാണെങ്കിൽ ട്രിവാൻഡ്രം ഭാഗത്തുള്ളവരൊന്നുണ്ടാവും, ഒരു തമിഴ് സ്റ്റൈൽ ഉറപ്പായിട്ടും ഉണ്ടാവും. എന്റെ വീട് പാലക്കാടാണ്, അങ്ങനെ ഞങ്ങൾ പാലക്കാട് ഭാഗത്തുനിന്നുണ്ട് ഒരു തമിഴ് സ്റ്റൈൽ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോ കേരള തമിഴ്നാട് ബൈ ബൈ, അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. അങ്ങനെയെങ്കിൽ ഒരു കലാരൂപത്തെ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് എന്താ? തമിഴ്നാട്ടിലെ ജനങ്ങളാണ്. ഓഡിയൻസിനനുസരിച്ചല്ലേ ഭാഷ ഉണ്ടാവുക. അപ്പൊ ഏത് ഭാഷയിലാണ്? തമിഴ് ഭാഷയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ. ഓക്കെ. അപ്പോ സാർ ഈ രണ്ട് ആളുകൾ മാത്രമേ കഥ എഴുതിയിട്ടുള്ളൂ? ആര്? വേദനായകം പിള്ളയും എന്താ പറയാ നമ്മുടെ ഫസ്റ്റ് ഉണ്ടായിരുന്ന ആരാ? ചിന്നത്തമ്പി അണ്ണാവിയും? അല്ല. സജ്ജോൺ അണ്ണാവി ഉണ്ട്, പറീച്ചൻ അണ്ണാവി ഉണ്ട്, ചെറിയച്ചൻ അണ്ണാവി ഉണ്ട്, ആന്റണി അണ്ണാവി ഉണ്ട്. എന്താണ് സാർ ഈ അണ്ണാവി അണ്ണാവി എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് അണ്ണ അണ്ണ പറയില്ലേ? അണ്ണ എന്ന് പറഞ്ഞാൽ എന്താ? ചേട്ടാ എന്ന് പറയുന്ന ഒരു പരിപാടിയല്ലേ അണ്ണ. അപ്പൊ അന്നത്തെ കാലത്ത് അതിന്റെ കൂടെ ഒന്നുണ്ട്, ഒരു വി കൂടി ചേർത്തു. അപ്പൊ സഞ്ജോൺ അണ്ണ, സജ്ജോൺ ചേട്ടാ, വറീച്ചൻ അണ്ണ, വറീച്ചൻ ചേട്ടാ, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഒരു ബഹുമാനാർത്ഥം നമ്മളിപ്പോ പ്രായത്തിൽ കുറവുള്ള ആളെ കണ്ടാലും നമ്മൾ എന്താ? ഒന്ന് ചേട്ടാ എന്ന് വിളിക്കുമല്ലോ. ഓക്കെ. ഒരു ബഹുമാനാർത്ഥം. അമ്മാതിരി പച്ചയ പരിപാടിയുടെ പേരാണ് എന്ത്? സജ്ജോൺ അണ്ണാവി, അണ്ണാവി. അപ്പൊ സജ്ജോൺ അണ്ണാവി, വറീച്ചൻ അണ്ണാവി, ചെറിയച്ചൻ അണ്ണാവി, ആന്റണി അണ്ണാവി എന്നിവരൊക്കെയാണ് എന്ത്? ആദ്യകാലത്ത് നാടകകൃത്തുക്കളായിട്ട് ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? എങ്കിൽ ദാ പിടിച്ചോ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ. വർണ്ണാഭമായ ലാറ്റിൻ ക്രിസ്ത്യൻ സോറി കലാരൂപമായ ചവിട്ട് നാടകം എവിടെയാണ് ഉത്ഭവിച്ചത്? എവിടെയാണ് ഉത്ഭവിച്ചത്? എന്താ എവിടെ പറയാ? നമ്മുടെ കൊച്ചിയിൽ. കൊച്ചിയിൽ എവിടെ? മട്ടാഞ്ചേരിയിൽ. മട്ടാഞ്ചേരിയിൽ എവിടെ? കൂനംകുരിശിൽ. ഓക്കെ. ഇതാണ് ചവിട്ട് നാടകം. സാർ ഈ ചവിട്ട് നാടകത്തിന്റെ പിക്ചറും കണ്ടിട്ട് എന്താ നമ്മുടെ കേരളവുമായിട്ട് ഒരു ബന്ധം ഒന്നും കാണിക്കുന്നില്ലല്ലോ. അവിടെയുള്ള ആളുകളൊക്കെ കേരളവുമായി ബന്ധമുള്ള പോലെ ഉണ്ട്, പക്ഷെ അവരുടെ ഡ്രസ്സും കാര്യമൊക്കെ എന്താ? വെവ്വേറെയാണ്. ഇതാണ് പോർച്ചുഗീസുകാർ ചെയ്തത്. മുണ്ടും ചട്ടയും ഇട്ടിരുന്ന നമ്മൾ ആളുകൾ കൊണ്ടുപോയിട്ട് എന്താക്കി? ഇമ്മാതിരി ഡ്രസ്സ് ഇടിപ്പിച്ചാണ് എന്ത്? പോർച്ചുഗീസുകാർ ചെയ്തത്. അപ്പൊ വികസിപ്പിച്ചെടുക്കുക എന്നുള്ള പണി ആര് ചെയ്തിട്ടുള്ളൂ? പോർച്ചുഗീസുകാർ ചെയ്തിട്ടുള്ളൂ. സർ ഏതൊക്കെ ചവിട്ട് നാടകം കാണാൻ പറ്റും? ബ്രസീൽ നാടകമുണ്ട്, ഔസേഫ് നാടകമുണ്ട്, കത്രീന നാടകമുണ്ട്, സാന്റാക്ലോസ് നാടകമുണ്ട്, കാൾമാൻ നാടകമുണ്ട്, ജ്ഞാനസുന്ദരി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് നാടകം എന്തുണ്ട്? ഉണ്ട്. ഒരുപാട് നേരമായി ഉണ്ട് ഉണ്ട് പറയുന്നുണ്ടല്ലോ. ഏതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നാടകം? അതെന്താ അങ്ങനെ പറഞ്ഞ? എല്ലാ നാടകവും ഇമ്പോർട്ടന്റ് അല്ലേ? അല്ലല്ലോ. എല്ലാ സിനിമയും വന്നിട്ടുണ്ടെങ്കിലും ഒരേ ഒരു ബാഹുബലിയിലുള്ളൂ, ഒരേ ഒരു KGF അല്ലേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് എന്താ? ഒരു ദുരന്തർ വന്നില്ലേ? അപ്പൊ മൊത്തം ഒരുപാട് സിനിമ ഉണ്ടെങ്കിലും ഒരു 1000 കോടിയൊക്കെ നിൽക്കുന്ന സിനിമകൾ ഒന്നോ രണ്ടോ മൂന്നോ സിനിമകളൊക്കെ ഉള്ളൂ. അതേപോലെ ഇത്രയും നാടകം ഉണ്ടെങ്കിലും ഏറ്റവും ജനപ്രിയമായത്, ഫുൾ ടൈം ഹൗസ്ഫുൾ, 400-500 ദിവസം ഓടുന്നത്, അങ്ങനത്തെ സിനിമയാണ് എന്ത്? കാൾമാൻ ചരിതം. അപ്പൊ കാൾമാൻ ചരിതമാണ് എന്താ പറയാ ഏറ്റവും പ്രശസ്തി ആർജിച്ച നാടകമായിട്ടുള്ളത്. ഈ കാർൽമാൻ ചരിതം ഇന്നും എന്താണ്? അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾ എവിടെയെങ്കിലും ചവിട്ട് നാടകം കാണാൻ പോകുകയാണെങ്കിൽ, അപ്പൊ കൊച്ചി, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലൊക്കെ എന്താ? ചവിട്ട് നാടകം കുറെ കൂടി ഫേമസ് ആണ്. ഈ ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ എന്താ പറ്റും? കാർൽമാൻ നാടകം കാണാൻ വേണ്ടി പെട്ടെന്നായിരിക്കും. സാർ ഞങ്ങൾ എങ്ങനെ കാണുക? മുസറിസ് ബിനാലിലേക്ക് പോവുക. കൊച്ചി മുസറിസ് ബിനാൽ നടക്കൂലേ? അവിടെയൊക്കെ ഉണ്ടാവും ഈ നാടകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആരാണ് ഈ കാർൽമാൻ എന്ന് പറയുന്ന വ്യക്തി? റോമൻ സാമ്രാജ്യത്തിലെ ഒരു ഇതിഹാസ നായകനാണെന്ത്? കാറൽമാൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ അതാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. ചവിട്ട് നാടകമായ കാറൽമാൻ ചരിത്രത്തിലെ ഇതിഹാസ നായകൻ ഏത് കാറൽമാൻ എന്നല്ല, ഇതിഹാസ നായകൻ ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു? ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു? റോമൻ സാമ്രാജ്യത്തിന്റെ എന്താ പറയാ ഭരണാധികാരിയായിരുന്നു. ഓക്കെ. എങ്കിൽ ചവിട്ട് നാടകം ആയോധന കലകളിൽ പ്രാവീണ്യമുള്ളവർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റും?
പറ്റുള്ളൂ? ഈ നാടകങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ചാടണം, എന്താ പറയാ, ഡയലോഗ് പറയണം, പാട്ട് പാടണം, നൃത്തം വെക്കണം, ഇതൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ എന്നെ പോലെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ രണ്ടാമൊക്കെ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്നുണ്ടാവും. അപ്പൊ കലാകാരന് ശരീരം വേണം, മുഖത്ത് ഭാവം വരണം, കണ്ണുകളിൽ അതിന്റെ കാര്യം വരണം, താളം വേണം, സംഗീതം വേണം. അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുകയും വേണം, ചാടുകയും വേണം. പറഞ്ഞപ്പോ തന്നെ ഞാൻ ക്ഷീണിച്ച്. ഓക്കെ, അവർ ചെയ്യുന്നവരുടെ കാര്യമോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോർച്ചുഗീസ് യൂറോപ്യൻ മിഷണറിമാരുടെ സ്വാധീനത്തിൽ ഈ നാടകം എന്തായി? യൂറോപ്പിലെ ഒപ്പറകളുടെ ശൈലി നേടി. എന്താണ് സാർ ഈ ഒപ്പറ എന്ന് വെച്ചാൽ? ദാ കാണുന്നതാണ് ഒപ്പറ. സാർ ഇത് ഗംഭീരമായിട്ടുണ്ടല്ലോ. യൂറോപ്യൻ പരിപാടിയല്ലേ, അപ്പൊ അവരുടെ ഡാൻസ്, അവരുടെ നൃത്തങ്ങൾ, ഇങ്ങനെയുള്ള പരിപാടി അവിടെ യൂറോപ്പിൽ എന്തുണ്ട്, നടക്കാറുണ്ട്, പണ്ട് തൊട്ടേ നടക്കാറുണ്ട്. അവര് നമ്മുടെ ഇവിടെ കണ്ട ചവിട്ട് നാടകത്തെ ആ രീതിയിലേക്ക് എന്ത് ചെയ്തു, മാറ്റി. ഇപ്പൊ മനസ്സിലായ എങ്ങനെയാണ് ഡ്രസ്സ് അങ്ങനെ വന്നു എന്നുള്ളത്? ഓക്കെ, അപ്പൊ പോർച്ചുഗീസുകാരുടെ സംഭാവന എന്താ? ഈ ഡ്രസ്സ് കൊടുക്കുക, റോമക്കാരുടെ എന്താ പറയാ കഥ കൊടുക്കുക. ജീസസ് ക്രൈസ്റ്റ് നേരത്തെ എന്തായിരിക്കും, ഒരു മുണ്ടായിരിക്കും ഉണ്ടാവുക, അതിനുപോലെ എന്ത് ചെയ്യുക, ഗൗൺ കൊടുക്കുക, ഒരു വെള്ള ഗൗൺ ഉണ്ടാവില്ലേ, ആ മാതിരി പരിപാടിക്ക് എന്ത് ചെയ്യുക. ഇതൊക്കെയാണ് ആര് ചെയ്യുക? നമ്മുടെ എന്താണ് പോർച്ചുഗീസുകാർ ചെയ്യാൻ വേണ്ടി പോണത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ പോർച്ചുഗീസ് യൂറോപ്യൻ മിഷണറിമാരുടെ സ്വാധീനത്തിൽ ഈ നാടകം എന്ത് ചെയ്തു? യൂറോപ്പിലെ ഒപ്പറകളുടെ ശൈലിയും രൂപം എന്ത് ചെയ്തു, നേടിയിട്ടായിരുന്നു. ഓക്കെ, പക്ഷെ സിറിയൻ ക്രിസ്ത്യാനികൾക്ക് ഈ നാടകം എന്ത് ചെയ്തില്ല, ഇഷ്ടപ്പെട്ടില്ല. ലാറ്റിൻ ക്രിസ്ത്യാനികൾക്ക് എന്ത് ചെയ്തു, നാടകം എന്ത് ചെയ്തു, അടിപൊളി അടിപൊളി. അപ്പൊ സിറിയൻ ക്രിസ്ത്യാനി എന്ത് പറഞ്ഞു? മോശം മോശം. ലാറ്റിൻ ക്രിസ്ത്യാനി എന്ത് പറഞ്ഞു? അടിപൊളി അടിപൊളി. എങ്കിൽ ലാറ്റിൻ ക്രിസ്ത്യൻ സമൂഹം കൂടുതലായിട്ട് എവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്? കടൽ തീരങ്ങളിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കടൽ തീരങ്ങളിലാണ് ക്രിസ്ത്യാനികൾ കൂടുതലായി അക്കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോ അവരെന്തു പറഞ്ഞു? ഈ നാടകം നമുക്ക് എന്ത് ചെയ്യാം, കണ്ട് എന്താണ് ആ നാടകത്തെ പ്രോത്സാഹിപ്പിക്കാം എന്ന് ലാറ്റിൻ ക്രിസ്ത്യാനികൾ തീരുമാനിച്ചു. കഥാപാത്രങ്ങളെല്ലാം എന്താ, യൂറോപ്യൻ രാജാക്കന്മാരായിരുന്നു. അതുകൊണ്ട് അവരുടെ കിരീടം, ചെങ്കോൽ, ആഭരണങ്ങൾ എല്ലാം എന്താ, വളരെ വർണ്ണാഭമായിരിക്കും. നമ്മുടെ രാജാവില്ലേ, ഉണ്ട്, പക്ഷെ പോർച്ചുഗീസുകാരിൽ ഏറ്റെടുത്തത്. അതുകൊണ്ട് അവര് ഗ്രീക്ക് റോമൻ വസ്ത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കലാകാരൻ വേദിയിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, പാട്ട് പാടും. പാട്ടിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ 6 സ്റ്റെപ്പ് മറക്കരുത്. തുടർന്ന് ഉണ്ടാവും, ഒരു ഗായക സംഘം ഉണ്ടാവും. ഇങ്ങനെ ചവിട്ടി 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 വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ സംഗീതത്തിന്റെ താളത്തിനനുസരിച്ച് എന്ത് ചെയ്യും, ചുവട് വെക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ചുവട്. അപ്പൊ ചുവട്, ചവിട്ടുനാടത്തിൽ എന്ത് വേണം, ചുവട് വേണം. ഈ ചവിട്ടുനാടത്തിലെ കഥകൾ പ്രധാനമായി എവിടെ നിന്നുള്ളതായിരിക്കും? യൂറോപ്പിന്റെ നവോത്ഥാന സംസ്കാരത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുക, നാടകങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചി മുസറിസ് ബിനാലിലേക്ക് പോവുക. അവിടെ എന്തുണ്ടാവും, മുസറിസ് ഹെറിറ്റേജ് ഏരിയ ഉണ്ടാവും. അവിടെ ഗോത്തുരുത്തിൽ വെച്ചിട്ട് 5 ദിവസത്തെ എന്ത് ചെയ്യും, ചുവട് ഫെസ്റ്റ് നടത്തുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അപ്പൊ @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്താ ഈ PPT കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് അതല്ലല്ലോ ഇമ്പോർട്ടന്റ്, നമുക്ക് ഇമ്പോർട്ടന്റ് ഏതാ, ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ദാ കിടക്കുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, ചവിട്ട് നാടകം എന്ന കലാരൂപത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? 1, കേരളത്തിലെ സഭയുടെ ആഭിമുഖ്യത്തിൽ വികസിപ്പിച്ചെടുത്ത ഒരു നാടക കലയാണ്. കറക്റ്റ് അല്ലേ? 1 കേരളം, നമ്മുടെ കൊച്ചി സഭ, പള്ളിയുടെ അടുത്തല്ലേ ഈ നാടകം കളിക്കാറുണ്ടായിരുന്നത്? എങ്കിൽ കേരളത്തിലെ സഭയുടെ ആഭിമുഖ്യത്തിൽ വികസിച്ച നാടക കലയാണ്. ശരിയാണ്. ക്രിസ്ത്യൻ അല്ലെങ്കിൽ ബൈബിൾ വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. കറക്റ്റ് അല്ലേ? പണ്ട് തൊട്ടേ ഇത് തന്നെയാണ് ലക്ഷ്യം. പോർച്ചുഗീസുകാർ വന്നപ്പോ എന്തായി, ഡ്രസ്സും കുറച്ച് കാര്യങ്ങളും കഥയിൽ കുറച്ച് മാറ്റം വരുത്തി, അത്രേ ഉള്ളൂ. 3, ഏറ്റുമാനൂരിൽ വെച്ചാണ് ഇത് ആദ്യമായി അരങ്ങേറിയത്? അല്ലല്ലോ, നമ്മുടെ കൊച്ചിയിലല്ലേ. ഓക്കെ, അപ്പൊ 3 തെറ്റിയില്ലേ? 4, രൂപീകരണ ഘട്ടത്തിൽ വേദനായകം പിള്ള അതിന്റെ വികസനത്തിന് വളരെയധികം സംഭാവന നൽകി. ആദ്യത്തെ ആളാരാ? അണ്ണാവിയാണ്. ഓക്കെ, പക്ഷെ രണ്ടാമത്തെ ആളാരാ? ആദ്യത്തെ ആളാരാ? അണ്ണാവിയാണ്. പക്ഷെ രണ്ടാമത്തെ ആളാരാ? വേദനായകം പിള്ളയാണ്. ഓക്കെ, അപ്പൊ രൂപീകരണം പറഞ്ഞാൽ ഉണ്ടാക്കുന്ന സമയത്ത് രണ്ടാമത്തെ ആളല്ലേ വേദനായകം പിള്ള. രൂപീകരണ ഘട്ടത്തിൽ ആദ്യത്തെ കാലഘട്ടത്തിൽ വേദനായകം പിള്ള ഈ ചവിട്ടുനാടകത്തിന്റെ വികസനത്തിന് വളരെയധികം സംഭാവന നൽകി എന്ന് പറഞ്ഞാൽ ശരിയാവില്ലേ? അതെ. അപ്പൊ 4 ശരിയാണ്. ഏത് മാത്രമേ തെറ്റുള്ളൂ? 3 മാത്രമേ തെറ്റുള്ളൂ. എങ്കിൽ ഓപ്ഷൻ ബി പോയിട്ടുണ്ട്, ഓപ്ഷൻ ഡി പോയിട്ടുണ്ട്. 1ഉം 2ഉം ശരിയാണ്, കോമൺ ആണ്. 4 ശരിയാണ്, നമുക്ക് മനസ്സിലായി. എങ്കിൽ ഓപ്ഷൻ സി എന്ത് ചെയ്യണം, ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റട്ടെ. ഓക്കെ, ഓപ്ഷൻ സി എന്ത് ചെയ്തു, ടിക്ക് ചെയ്തു. എങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ചവിട്ട് നാടകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലേ? അപ്പൊ ചവിട്ട് നാടകവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യില്ലേ? ഓക്കെ, അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണേ.